ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ കടപ്പാട്ടൂർ ബാലേട്ടനും ഫാമിലി ഇരുന്ന് ഫുഡ് കഴിക്കുക. ഫുഡൊക്കെ എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് സർവൻറ്റ് സുനിതയോട് വൈജയന്തി മാഡം പറയുന്നുണ്ട്, നീ എന്തിനാ നോക്കി നിൽക്കുന്നത്, നീ അവിടെ നീ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുനിതയാണെങ്കിൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഫുഡ് വിളമ്പാൻ തുടങ്ങുമ്പോൾ നമ്മളെ ബാലേട്ടൻ പറയും, സുനിത ഫുഡ് എടുക്കാൻ വരട്ടെ. ബാലേട്ടൻ പറയുന്നുണ്ട്, പണ്ട് അലീന ഇവിടെ ഉള്ളപ്പം ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നീ സമ്മതിക്കില്ലായിരുന്നല്ലോ, ഇപ്പം പിന്നെന്താ ഒരു മാറ്റം? അപ്പോൾ വൈജ പറഞ്ഞു, പിന്നീട് അവൾ ഈ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ സുനിതയ്ക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, അലീന പോയതോടുകൂടി ആ പതിവ് അങ്ങ് നിർത്തി, അതുകൊണ്ട് സുനിത ഇപ്പം കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വൈജ പറഞ്ഞു, അത് പറ്റത്തില്ല, സുനിത എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കഴിച്ചു. ഇപ്പോൾ സുനിതയുടെ വൈജയന്തി മാഡം ആണെങ്കിൽ കണ്ണ് കാണിക്കും, എഴുന്നേക്കണ്ട, നീ അവിടെ ഇരുന്നോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ബാലേട്ടൻ എഴുന്നേറ്റിട്ട് പറയും, ഞങ്ങൾ വേറെ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയും. അപ്പോഴത്തേക്ക് രോഹിത്തും ബബിതയും കൂടെ അങ്ങ് എഴുന്നേക്കും. കൃഷ്ണമോൾ അവിടെ ഇരിപ്പുണ്ട്. ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും സുനിത എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ കൃഷ്ണമോൾ ചോദിച്ചു, ചേച്ചിക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, ചേച്ചി ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നതാണോ? അപ്പോൾ സുനിത അങ്ങ് എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനങ്ങ് എഴുന്നേറ്റേക്കാവേ എന്ന് പറഞ്ഞ് അതങ്ങ് എഴുന്നേറ്റ് നിന്ന് ബാലേട്ടനും പിള്ളേരും കൂടെ ഇരിക്കും. പിന്നെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും. കുളത്തൂപ്പുഴ നമ്മൾ സ്റ്റാൻലിയുടെ ബംഗ്ലാവിലെ ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് പറയുന്നത്, അവിടെ ചെന്നതിന് ശേഷം അലീന നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ടേബിൾ മാനേഴ്സ് പാലിക്കാതെ ഫുഡ് കഴിക്കാനും പറ്റത്തില്ല. അലീനയ്ക്കാണെങ്കിൽ കൈ കൊണ്ട് വാരി തിന്നാനേ പറ്റുന്നുള്ളൂ, സ്പൂൺ കൊണ്ട് ഉപയോഗിച്ച് കഴിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതുവരെ അവിടെ ചെന്നിട്ട് ആ കൊച്ചു നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നത് നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കോമഡിയൊക്കെ നടക്കുന്നുണ്ട്. അതിന് കൂട്ട് നമ്മുടെ അവതക്കുട്ടിച്ചായനും ഉണ്ട്, അലീനയ്ക്ക് കൂട്ടായിട്ട്. അവതക്കുട്ടിച്ചായന് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി വരും. സ്റ്റാൻലി വന്നിരുന്ന് ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് അലീനയോട് ചോദിക്കും, അലീന ഫുഡ് കഴിക്കുന്നില്ലേ, കഴിക്കുമെന്ന് പറയും. അപ്പോൾ അലീന ചോറും എന്തോ കറിയാണ്ടൊക്കെ എടുത്തിട്ട് അത് വാരി കഴിക്കാൻ തുടങ്ങിയപ്പം അലീനാന്ന് വിളിച്ചു. അതിങ്ങനെ നോക്കിയിട്ട് സ്പൂൺ എടുത്തിട്ട് പിന്നെ അപ്പച്ചനെ ഒന്ന് നോക്കും. അപ്പോൾ അപ്പച്ചൻ കണ്ണ് കാണിക്കും, കൈ കൊണ്ട് കഴിച്ചോളാൻ പറയും. അലീന വായിലോട്ട് വെക്കാൻ തുടങ്ങുമ്പം അലീന, ഇവിടെ ഒരു ടേബിൾ മാനേഴ്സ് ഉണ്ട്, അത് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല, അത് ഞാൻ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല, അത് അപ്പനായാലും വേറെ ആരായാലും. അപ്പോൾ അത് കുട്ടിച്ചായൻ ചോദിക്കും, നീ എന്നെ എതിർക്കാൻ തുടങ്ങിയോടാ എന്ന് സ്റ്റാൻലിയോട് ചോദിക്കും. അപ്പോഴാണെങ്കിൽ അലീനയാണെങ്കിൽ പഴയ കഥ പറയും. ഓർഫനേജിൽ നിന്ന് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ കൂടുതൽ കറികളൊന്നും കാണത്തില്ല, ചോറും ഒരു തോരനേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അതെല്ലാം കൂടെ എടുത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് കഴിക്കും. എന്നിട്ട് ആ കുഴച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. കേട്ടോ അപ്പച്ച എന്ന് പറയും. പിന്നെയും ചോദിക്കും, കേട്ടോ അപ്പച്ച, അപ്പച്ചൻ കേൾക്കുന്നില്ലേ? അപ്പോൾ അപ്പച്ചൻ പറയും, ഞാൻ കേൾക്കുന്നുണ്ട് മോളെ, നീ പറഞ്ഞോ. അത് കഴിയുമ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ പറയും, എടാ നീ ഓർക്കുന്നുണ്ടോ, ചിന്നമ്മയാണെങ്കിൽ മീൻകറിക്കകത്ത് ചോറിട്ടിട്ട് എല്ലാവർക്കും വാരിത്തന്ന് എന്തോരം പ്രാവശ്യം നിന്നെയൊക്കെ അങ്ങനെ തീറ്റിച്ചിട്ടുണ്ടാ എന്ന് അവതക്കുട്ടിച്ചായൻ സപ്പോർട്ട് ചെയ്ത് പറയും. സ്റ്റാൻലി ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതെല്ലാം കേട്ടോണ്ടിരുന്നു, ഒന്നും മിണ്ടത്തില്ല. അലീന ആണെങ്കിൽ വീണ്ടും ചോറ് വാരി വായിലോട്ടിടുമ്പോഴേ സ്റ്റാൻലി ആണെങ്കിൽ ആ സ്പൂണ് ടേബിളിലോട്ട് ഇട്ടിട്ട് എഴുന്നേറ്റങ്ങ് പോകും. അലീന പിന്നീട് റൂമിലാണെങ്കിൽ കിടക്കാനെല്ലാം വിരിച്ചെല്ലാം റെഡിയാക്കുമ്പോൾ സ്റ്റാൻലി ചെല്ലും. സ്റ്റാൻലി ചോദിക്കും, കിടന്നോ? അന്നേരം പറയും, ഇല്ല കിടന്നില്ല. എന്നാൽ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോകാൻ തുടങ്ങുമ്പോൾ അലീന പറയും, പപ്പ എന്തിനാണ് വന്നത്? ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ആ ഡിസിപ്ലിൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം അലീന പറയും, ഇവിടെ എന്ത് ഡിസിപ്ലിൻ ഉള്ളത്? ഞാൻ പറയുന്നത് കേട്ടാ സെർവൻസ് നിൽക്കുന്നത്. അന്നേരം അലീന പറയും, സെർവൻസ് അവരുടെ ജോലി ചെയ്യുന്നത് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവരവരുടെ ജോലി ചെയ്യുന്നു. പറയുന്ന സമയത്തും കൃത്യസമയത്ത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഡിസിപ്ലിനല്ല കാണിക്കുന്നത്, വിധേയത്വമാണ് കാണിക്കുന്നതെന്ന് പറയും. അലീന പറയും, ഗംഗാധര മേനോനെ അറിയാമോ? ഗംഗാധര മേനോൻ അങ്കിളുണ്ടല്ലോ, അതാണ് ഡിസിപ്ലിൻ. പപ്പ എന്തോ ഡിസിപ്ലിനാണ് കാണിക്കുന്നത്? സർവ്വസമയവും പപ്പ ഒരു കയ്യിൽ മദ്യവും ഒരു കയ്യിൽ സിഗരറ്റുമായിട്ട് നടക്കുന്ന, ഇതാണോ പപ്പയുടെ ഡിസിപ്ലിൻ? പപ്പയ്ക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ലല്ലോ. അതുപോലെ ഞാൻ ശീലിച്ച് വന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ശീലിച്ച് വന്നതാ
ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അത് പെട്ടെന്ന് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എനിക്കത് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ഞാനത് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും. പപ്പയെ വിഷമിപ്പിച്ചതിൽ സോറി എന്ന് അലീന പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സ്റ്റാൻലി പറയും ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പിന്നീട് കടപ്പാട്ടൂരാണെങ്കിൽ കൃഷ്ണമോൾ രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കുന്നു. വൈജയന്തി മാടു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ കാണുന്നത് കൃഷ്ണമോൾ മുറ്റം തൂക്കുന്നതാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ കയറി വന്നിട്ട് ചായ കുടിച്ചെണീക്കുമ്പം ചായ വേണോ അമ്മയ്ക്ക്? വേണമെന്ന് പറയും. ചായ കൊടുക്കും. അപ്പോൾ ചോദിക്കും ഇത് ആരിട്ട ചായ? ബബിത ചേച്ചി ആയാലും രോഹിതേട്ടനായാലും ഞാനായാലും ആരിട്ടായാലും എന്തുവായാലും ചായ ആണല്ലോ എന്ന് പറയും. അപ്പം വൈജാ മാഡം ചെന്ന് നമ്മുടെ സർവൻറ്റിനെ നോക്കുമ്പോൾ വനിതാ മാഡം ഭയങ്കര ഉറക്കത്തിലാണ്. അപ്പോൾ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വരും. എന്നിട്ട് ചോദിക്കും നീ എന്താ എഴുന്നേക്കാത്ത? ഇത്രയും സമയമായില്ലേ? സമയം എത്രയായി? അത് 6:30. ഞാൻ എഴുന്നേക്കുന്ന 6:45 അവർ പറയും. അന്നേരം വൈജ പറയും അതിവിടെ പറ്റത്തില്ല, 5:30 ആകുമ്പോൾ എഴുന്നേക്കണം. അന്നേരം അവർ പറയും അയ്യോ അതൊന്നും എനിക്ക് പറ്റത്തില്ല, ഒരു 6:15 വേണേൽ എഴുന്നേക്കാം. നീ കട്ടിലേലാണോ കിടന്നത്? അപ്പം ഞാൻ എന്താ തറയിൽ കിടക്കാഞ്ഞത്? അവിടെ പായൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തറയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, നടുവിനുവേദനയൊക്കെ ഉള്ളതാണ് എന്ന് പറയും. എന്നാൽ നീ ഇങ്ങോട്ട് വന്ന് കിച്ചണിൽ കയറ്. കിച്ചണിൽ ചെല്ലുമ്പം ബബിതയും രോഹിത്തും, ബബിത ദോശ ഉണ്ടാകുന്നു, രോഹിത്ത് അരിയുന്നു. അങ്ങനെ അവർ മൂന്നും അവരുടേതായ ജോലികൾ ചെയ്യാം. അപ്പോൾ വൈജയമാടം നോക്കി നിൽക്കുന്ന കാണുമ്പോൾ ബബിത പറയും വാ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കാണാം. അതും ചെയ്യും. നിന്നോട് പാചകത്തിന് കയറാൻ നിന്നോടൊക്കെ ആര് പറഞ്ഞ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഞങ്ങൾക്ക് വായിക്ക് രുചിയുള്ള സാധനങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മയ്ക്ക് എന്ന് ചോദിക്കും. അന്നേരം ബൈജ പറയും ഞാൻ പണ്ടിവിടെ തന്നെ ഒരു ജോലി ചെയ്യുമ്പോൾ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അന്നേരം പറയാം അന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു, അമ്മ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടും ഇല്ലായിരുന്നു. ഇതാ നീ അലീന ചേച്ചി ഞങ്ങളെല്ലാം പഠിപ്പിച്ചായിരുന്നു കൃഷ്ണമോൾ പറയും. അപ്പോഴാണെങ്കിൽ കൃഷ്ണമോളോട് ദേഷ്യപ്പെടും. അലീന അവിടെ പേരിവിടെ മിണ്ടരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളേ. അപ്പോഴാണെങ്കിൽ കൃഷ്ണ പറയും കഴക്കൂട്ടത്തെ അനാഥാലയത്തിൽ നിന്ന് ഒരാളിവിടെ കൊണ്ടുവന്നായിരുന്നല്ലോ, ആ ചേച്ചിയാണ് ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചതെന്ന് പറയും. അന്നേരം പറയും അവൾ പഠിപ്പിച്ചത് നല്ലതായാലും ചീത്തയായാലും ഒന്നും ഇവിടെ വേണ്ട, ഞാൻ പറയുന്നത് കേട്ട് ഇത് പറയും അമ്മ സമാധാനം ഇല്ലാതാക്കരുതേ എന്ന് പറയും. ഞാൻ അന്നോടെ സമാധാനക്കേട്. അന്നേരം പറയും സമാധാനം ഇല്ലാതാക്കരുതേ എന്നാ പറഞ്ഞത്. അപ്പം പറയും ഞാൻ അന്നോടെ സമാധാനക്കേട് കൊണ്ടുവന്നത്. അന്നേരം പറയും സമാധാനക്കേട് കൊണ്ടുവന്നെന്നല്ല പറഞ്ഞത്, സമാധാനം ഇല്ലാതാക്കരുതേ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നല്ല സ്നേഹത്തോടെ പറഞ്ഞ് നല്ല ജോളിയായിട്ട് പോവുക, അതിൻ്റെ ഇടയ്ക്ക് അമ്മ സമാധാനക്കേട് കൊണ്ടുവരല്ലേന്നാ രോഹിത്ത് പറയും. പിന്നീടാണെങ്കിൽ നമ്മുടെ സർവൻറ്റ് വന്ന് കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയ അപ്പം വൈജാമാട് കഴിക്കാൻ ഇപ്പോൾ ഉണ്ട്. വൈജാമാടത്തിനോട് പറയും മാഡം ഞാൻ ഫ്രിഡ്ജ് നോക്കിയിട്ട് ചിക്കനും മീനും ഒന്നും കണ്ടില്ല, അത്യാവശ്യം സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാൽ മതി, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറയും. അത് കഴിയുമ്പം കൃഷ്ണയും ബബിതയും കൂടെ കിച്ചണിൽ വന്ന് നോക്കുമ്പം ഇവർ രണ്ടുപേരും കൂടെ കിച്ചണിൽ നിൽപ്പുണ്ട്. വൈജാമാടും സർവൻറ്റും കൂടെ കിച്ചണിലുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേട്ടനാണെങ്കിൽ ഇവരെ വെളിയിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ബാലേട്ടൻ പിള്ളേരെയും കൊണ്ട് വെളിയിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് ഇതിനുള്ള ഫയറിങ് നടക്കുന്നുണ്ട് അടുത്ത ദിവസം. അപ്പോൾ അടുത്ത ദിവസം കിടപ്പാട്ടൂരെ ബാലേട്ടനും വൈജാമാടനും തമ്മിലുള്ള മറ്റൊരു അംഗം നമുക്ക് കാണാം. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.